ഈ ദൈവകൃപ വന്നപ്പോൾ ഉണ്ടല്ലോ 3 തട്ടുള്ള വലിയൊരു പെട്ടകം അവനെ കൊണ്ട് ദൈവം പണിയിപ്പിച്ചു. Noah built an ark with 3 floors with his own hands. എല്ലാം വന്ന് പാർക്കാൻ. And all the wild animals pair by pair was brought into the ark. ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ അവൻ പഠിച്ചെന്ന് എനിക്കറിയത്തില്ല. ഒറ്റ കാര്യം, കൃപ വന്നാൽ നിന്നെ കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യിപ്പിക്കും. He didn't study in an engineering college, but when the grace comes, he equips you for your assignment. ദൈവകൃപ ചെയ്ത രണ്ടാമത്തെ കാര്യം, ന്യായവിധിയുടെ വെള്ളം സകലതിനെയും നശിപ്പിച്ചപ്പോൾ ഈ ദൈവകൃപ ഇവനെയും അവന്റെ ഭാര്യയെയും അവന്റെ 3 ആൺമക്കളെയും അവരുടെ മരുമക്കളെയും ദൈവം സംരക്ഷിച്ചു. The grace of God protected Noah, his wife, his 3 boys and their wives. In the ark, the grace of God protected him in the days of judgment. ദൈവകൃപ നിന്നെയും നിന്റെ തലമുറയെയും സംരക്ഷിക്കും. And the same grace shall protect you in your generation. ഈ ദൈവകൃപ ഒരാളുടെ മേൽ വന്നാൽ, if this grace begins to operate in someone's life, ലൈഫ് മാറും. the life transforms. പഴയ നിയമത്തിൽ ഈ ദൈവകൃപ പലർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ അത് എക്സ്പീരിയൻസ് അല്ല, അതൊരു വ്യക്തിയാണ്. Amen. ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ്. Amen. In the Old Testament, grace was an experience for many people, but in the New Testament, grace is a person whose name is Jesus.